ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പം ഞാനൊരു മോഡ് കയറ്റി കൊനാഹൻ്റെ വെച്ചാൽ അറിയാലോ, ഹിഡൻ ലീഫ് വില്ലേജിൻ്റെ ഒരു മോഡ് കയറ്റി. ഒരു വേൾഡാണേ. അപ്പം ആ വേൾഡ് കിട്ടി. ഈ ഇങ്ങനത്തെ മോഡ് നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആഡൻസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൻ്റെ അടുക്കാനാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് മാത്രമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഞാനിവിടെ ഇച്ചിരി പണിത്തിരക്കിലാണ്. ഇതാ കൊനാഹിയാണ്, ഇത് കൊനാഹൻ്റെ ഇതാണ്. ഗൈസ് ഇതാണ് കൊനാഹ. അതിൻ്റെ ബേസ് ഒരു സെർവറിലുണ്ടായിരുന്നു. ആദ്യ സെർവറാണോ നോക്കട്ടെ. അതെ ഗൈസ്, ദിസ് ഈസ് മൈ ബേസ്. ഹിഡൻ ബേസാണ്. ചെറിയൊരു വീടാട്ടാ, സമയം കിട്ടിയിട്ടില്ല നോക്കാൻ. വേണ്ട ഗൈസ്, ഞാൻ അവിടെ ഇല്ലേ ചെറിയൊരു ഫിഷ് ഫാം ആക്കാമെന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയെ. ഗൈസ് ഇപ്പോൾ സ്പോണൊക്കെ ഇങ്ങനെയാണ്. ഡോൾഫിന് പിന്നെ നമ്മൾ ഇത് വേണേനല്ലോ, കോട അതൊന്നും വേണ്ട. ഞാനിവിടെ നോക്കിയിട്ട് എടുക്കാം. കോട എന്ന സാധനം എനിക്കറിയില്ല ഗൈസ്, ഞാനിവിടെ നോക്കിയിട്ട് എടുത്തോളൂ. പിന്നെ ഇതും ഗൈസ്, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഈ സാധനം കിട്ടും, അതും ഇൻഫിനിറ്റി കണ്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കില്ലേ ഇത് നമ്മളഥവാ ഇങ്ങനെ നല്ല ഹൈറ്റ് പോയി സർവൈവിലാക്കി ചത്ത്, പിന്നീട് ഈ എഫക്റ്റെല്ലാം പോകും കേട്ടോ. ഹൈ ജമ്പിങ്ങാ. 1 ബ്ലോക്കല്ലേ, 1 ബ്ലോക്കിനെക്കാട്ട് കൂടുതൽ ഇപ്പം ജമ്പ് ചെയ്യാൻ പറ്റും. എന്നാലേ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയാലേ ഇവിടുന്ന് എത്ര ബ്ലോക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ 1 2 3 4 5 6 7 ബ്ലോക്ക് ജമ്പാണ് ഞാനിപ്പോൾ ചെയ്തേ ഗൈസ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ്. അത് അപ്പുറത്ത് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഓക്കെ, അത് സാധനം ഫീൽഡായിക്കോളൂ. ഗൈസ് കണ്ട, ഇത് നോക്ക് ഗൈസ്. ഇത് പിടിച്ചേ നമ്മൾ ഇത് ഇവിടെ തന്നെ, ഇവിടെയും നിൽക്കട്ടല്ലേ. ഇവിടെ അടക്കട്ടെ. ഇവിടെ നോക്കി. ഇനി നമുക്ക് വെള്ളം ഫില്ല് ചെയ്യണ്ട. പിന്നെ പരിപാടിക്കുക. ശരിക്കും ഞാൻ ഇതിൻ്റെ ഒരു വ്ലോഗെല്ലാം എടുക്കാമെന്ന്. ഞാൻ സെർവറിന് ഒരു ഇതാണ് എടുക്കാൻ നിന്നേ. അടുക്കാൻ നിന്നേനോ. പിന്നെ വിചാരിച്ച് നിങ്ങൾക്ക് എന്ത് ഈ സെർവറിൻ്റെ ഇതുമെല്ലാം കാണിച്ചു തരാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതും എടുക്കുന്നത്. അത് മറ്റേതല്ലേ, അത് ഓട്ടോമാറ്റിക് ഫില്ലാ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ മീനുണ്ടോടെ. മീനുണ്ട് ഗൈസ്. ഇങ്ങനെ ചില ബ്ലോക്ക് ഉണ്ട്. ഈ സ്റ്റോണിൻ്റെ മതിലാക്കിയത് ഞാൻ തന്നെ കേട്ടോ. അത് ഞാൻ കള്ളം പറയുന്നില്ല കേട്ടോ ഗൈസ്. കോള് അയ്യാണ് ഗൈസ്. നിങ്ങൾക്കില്ലേ ആരെങ്കിലും ട്രാപ്പ് ചെയ്യണ്ടെങ്കിൽ എന്തോ ചേട്ടോ ഗൈസ്, നിങ്ങളെ കേട്ടായിരുന്നു എന്തെങ്കിലും അങ്ങോട്ടോ കേട്ടായിരുന്നു. അറിയില്ല, എൻ്റെ തോന്നലാണോ അറിയില്ല. നിങ്ങൾ കേട്ടായിരുന്നു. ഞാനത് ഇടുന്നതിനെക്കാട്ടും മുന്നേ നോക്കി ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് കാണുമല്ലോ നമുക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വോയിസ് തരികയല്ലോ. അത് ഫില്ലായി. ഇനി ഒരു ലെയറും കൂടി വെക്കണം. കണ്ടല്ലേ, തന്നെ താഴെയല്ലേ. ഡോൾഫിൻസ് ജമ്പ് ചെയ്തിട്ടൊക്കെ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കില്ല, ഇച്ചിരി മതിൽ പണിയണം. 1 ബ്ലോക്ക് അത്രയും, ഇത്ര മതി. 2 ബ്ലോക്ക് മതി. 3 ബ്ലോക്കായി ഇപ്പോഴും തന്നെ ഗൈസ്. ഈ ഡോൾഫിന് 2 ബ്ലോക്ക് ജമ്പ് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്ന കേട്ടെ. ഞാനിതിൽ 3 ബ്ലോക്ക് വെച്ചിന് ഗൈസ്. ഹോസിനില്ലേ 3 ബ്ലോക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഞാനൊരു ദിവസം ഒരു കുഴി കുഴിച്ച് 3 ബ്ലോക്കിൻ്റെ. അപ്പോൾ ഒരു ഹോസിനെ അതിൻ്റെ അകത്ത് കുടുക്കി വെച്ച്
ആ ഹൗസ് തുള്ളിയിട്ട് അതിൻ്റെ അകത്തും പുറത്ത് ഇറങ്ങി. ഞാൻ വിചാരിച്ചു ഇതെങ്കിലും അപ്പം ഇതെല്ലാം പുറത്തിറങ്ങുന്നു, എന്ത് മായാജാലം ആലോചിച്ച് നിൽക്കുന്നത്. എൻ്റെ അവസ്ഥ വരെ എനിക്ക് വന്നുപോയി. ആ മറ്റേ ഇത് വെക്കണ്ടേടാ, സീലാൻഡ് നോക്കൂ. ആ സീലാൻഡ് അടിയിൽ പോവാല്ലേ. എനിക്ക് വിഷ്വൽ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത് കുഴപ്പമില്ല. ഹൈലൈറ്ററേ കഴിച്ചത് ഇത് ആവശ്യമാണ്. ആ കോർണറിൽ വെക്കട്ടെ. വ്ളോഗ് എടുക്കും ഗൈസ്. അപ്പം ഞാൻ സീലാൻഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഇതാ ഗൈസ്, ഇങ്ങനെ സ്പ്രിൻ്റ് ഇട്ട് പോകുമ്പോൾ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പ്രിൻ്റ് ബട്ടൺ അടിച്ച് കളിക്കുന്നത്. ബ്ലോക്ക് അയ്യാ ഗൈസ്, ഇനി നമുക്ക് മിഡിലിൽ കൊണ്ടുപോയി വെക്കണം. ഇവിടെ വെച്ചു. ഇനി വാളിൽ വെക്കാം അല്ലേ. പ്രകാശം വേണ്ടേപ്പാ അല്ലേ. ഐശ്വടാ ചോ, എന്തെന്നാ ഞാൻ ചെയ്തേ. സാൻഡിൻ്റെ അടുക്ക വെക്കാറല്ലേ. ഇതെനിക്കറിയാം, പക്ഷെ ഞാൻ എന്താ പൊട്ടത്തരം കളിച്ചു വരാം. ഗൈസ്, ഈ കടലിലെല്ലാം ഇവിടെ ഈ ഭാഗത്തല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ നാട്ടിൻ്റെ ഈ ഭാഗമല്ല, ഈ ഗെയിമിൻ്റെ ഈ കടലിൻ്റെ ആ ഭാഗത്തെല്ലാം നിങ്ങൾ വീട് പണിയണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ സീലാൻഡാണ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഏത് പ്ലേയേഴ്സ് വന്നവരെ മര്യാദയ്ക്ക് കാണാൻ പറ്റും. കാരണം ഗൈസ് നല്ല രസമില്ലാണേ. ഇതിന് ഇതാണ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് ഡോൾഫിൻസിനെ 6 മതി അല്ലേ. നമുക്ക് ടോഡ് ഓക്കെ. അമ്മ ഫോൺ നോക്കുന്നു. ഈ ഫിഷിനെ ആഡ് ചെയ്യും. പിന്നെ ലാഡർ അത് വെക്കാൻ ഞാൻ മറന്നുപോയി. ലാഡർ എന്തിനാന്ന് വെച്ചാലില്ലേ, നമ്മളിപ്പോൾ അഥവാ നമ്മൾ വീണ് പോയി അതിൻ്റെ അകത്തേക്ക്, അപ്പം ലാഡറാണ് ഏറ്റവും അത്യാവശ്യം. ഒരു മിനിറ്റ്, ഞാൻ കട്ടാക്കാൻ നിന്നില്ല, മറ്റേത് അങ്ങോട്ട് സൈഡോട്ടൊക്കെ ആക്കിയതാണ്. എവിടെയാ അപ്പോൾ നമുക്ക് താഴെ നോട്ടിട്ട് മുകളിൽ വരെ വേണമല്ലേ. വെളിച്ചത്തിൻ്റെ അടുക്കൽ തന്നെ വെക്കാം, അതായിരിക്കും നല്ല. അതാകുമ്പില്ല ഗൈസ് മനസ്സിലാവും. അഥവാ ഇടയണി ഉണ്ടെങ്കിൽ ഇടയണിയുണ്ട് അങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ മറ്റേ പറക്കുന്ന മോഡല്ലായിരുന്നു ഇത്ര സമയം, ഫ്ലൈയിങ് മോഡല്ല, നോർമൽ മോഡലായിരുന്നു ഇത്ര സമയം നിന്നേ. ഇപ്പോൾ ഫ്ലൈയിങ് മോഡാക്കി. ഓ മറ്റേ ഓ എന്നാ ഗൈസ് പറ്റാത്ത ഇത് വെച്ചാൽ പറ്റുമോ? കുഴപ്പമില്ല, അങ്ങനെ ഓക്കെ. കൂള് റെഡി ചെയ്യില്ലേ, ഏതായാലും കുളിക്കണമെങ്കിലേ പോയി. ഷോ ഇത് അത്രയാ മീന്. എൻ്റെ മോനെ ഇതെങ്ങനെയാ ഇപ്പോൾ ഇവിടെ എത്തിയ? പക്ഷേ ഇല്ല, ആ സാമൺ അങ്ങനത്തെ ഒന്നും ഞാൻ വെച്ചതല്ല കേട്ടോ. പോയി ഇത്രേ ഉള്ളൂ. എനിക്കിത് ഈ സാധനം ഉള്ളതുകൊണ്ട്, ഞാൻ ഈ ഞെക്കിയ സാധനം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഏണിയും വെള്ളത്തിലെ കൂടി പോകുന്ന സ്പീഡും കൂടി ആകുമ്പോൾ നല്ല സ്പീഡിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഞാനില്ലേ അധികം ഇത് ഈൻ്റെ മണ്ടക്കെല്ലാം പോയി നിൽക്കും, ഈൻ്റെ മണ്ടക്ക്. പിന്നെ അത് ചില സമയത്ത് ഞാൻ ഇതാ ഈൻ്റെ ടോപ്പിലെല്ലാം പോയിട്ട് നിൽക്കും. ഇതാ ഏകദേശം എനിക്ക് ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. ഇതാ ഇവിടെ വെക്കും. ക്രിയേറ്റീവ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ പൊങ്ങിപ്പോകാനെല്ലാം പറ്റും.
ഞാനിങ്ങനെ ഫ്ലൈ ചെയ്ത് എനിക്കടിങ്ങി പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും എറീനയിലേക്ക് പോകാമല്ലേ. ഓ കറക്റ്റ് ലാൻഡിങ് കണ്ട ഗൈസ്. എനിക്ക് വേണ്ടി ഇപ്പം ഇങ്ങനെയും ചെയ്യാം. ഇത് സർവൈവലൊന്നും പറ്റൂല കേട്ടോ. സർവൈവല് ചെറിയൊരു ഡെസേർട്ടാണ് കേട്ടോ. ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം. പക്ഷേ എങ്കിലേ നിങ്ങൾ ഞെട്ട്. ഞാനാക്കിയ സ്ഥലം. ഓ ഇത് മറ്റേത് ഞാനെന്നാക്കി വെച്ചേ. ഗൈസ് അത് ഞാനാക്കി വെച്ചേട്ടാ. ഗൈസ് കറക്റ്റ് അതേ അളവിൽ സ്റ്റെപ്പ് ആക്കി വെച്ച്. എന്നാൽ നമ്മളും കൂടി ഇച്ചിരി എല്ലാം ഹെൽപ്പ് കൊടുത്തൂടെ. അതേ കളറുള്ള സ്റ്റേഴ്സ് എടുത്ത് അതേതൊന്നല്ല ആരും കളർ അങ്ങനത്തെ ഏകദേശം ആയെന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് കുഴപ്പം തുള്ളി കളീനകത്ത്. എന്നാലും കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മളെ ചെറിയൊരു ഹെൽപ്പ്. ഇനി അല്ലോ ഗൈസ് ഇത് എന്നാലും കുഴപ്പമുണ്ട് കേട്ടോ. വേറെ ടോർച്ചെല്ലാം എടുത്ത് വെച്ച് ഗൈസ് ഏതായാലും ഇതെല്ലാം ആയതല്ലേ. നമുക്ക് നമ്മളെ യാത്രയായില്ലേ, നമുക്ക് ഇത് പോയിട്ട് നോക്കാമല്ലോ. അത് അവിടെ ടോർച്ചുണ്ട് കേട്ടോ. അതുകൊണ്ടോ എൻ്റെ മോനെ വെള്ളത്തിനുള്ളിൽ തിളക്കം കുറവാണെങ്കിലില്ലേ പുറത്ത് നല്ല ഗൈസ് ഏതായിരുന്നാ നമുക്കില്ലേ മറ്റേ സ്ഥലത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ട് പോലെ ഓക്കെ ഞാനെടുത്തു. ഓക്കെ റെസിസ്റ്റൻസ് ആണ് ആയിരിക്കും പാട്ട്. ഇതാ ഈ വെള്ളച്ചാട്ടം കസ്റ്റം മെയ്ഡ് സാധനമാണ്. ബിക്കോസ് ഈ വെള്ളച്ചാട്ടം ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് ഇങ്ങനെ അലങ്കോലമായിട്ട് നിൽക്കില്ലല്ലോ. മറ്റേത് ഞാനാക്കിയത് സത്യം പറയല. ഇതിൻ്റെ ശരിക്കുള്ള പാർട്ടെന്നാണെന്നറിയാമോ? ഇവിടെ നിന്നൊന്നും കാണുന്നില്ലല്ലോ. അല്ല ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അങ്ങ് പോകില്ല. ഓക്കെ ചെറിയൊരു ബേസ് ഞാനാക്കി വെച്ചാണ്. അതെന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ശരിക്കും അത് വെച്ചേ, പക്ഷേ അങ്ങനൊന്നും ആക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല എനിക്ക്. ചെറിയ സ്ഥലവും ഗൈസ് അതല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ വെള്ളത്തിന് സ്ഥലമില്ലേ, അത് ഫുള്ള് വറ്റിയിട്ടാണ്. മാത്രം ഇവിടെയും വെള്ളം വേണ്ടിയാണ്. ആ വെള്ളമല്ല ഇവരെടുത്ത് നിന്ന് കേട്ടോ. കടലിലെ വെള്ളം എടുക്കാണ്ടെന്ന് അറിയാൻ മതി. പക്ഷെ കടലിൻ്റെ ഭാഗ്യത്തിന് അവരെടുത്തിട്ടില്ല. ഭാഗ്യത്തിന് കടലിലെ വെള്ളം ഇതാണ്. ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ കറക്റ്റ് സ്ക്വയർ എന്ന് അല്ലേ? ഞാനൊക്കെ കേട്ടോ ഈ സെർവറിനൊക്കെ ഇത് ഈ വേൾഡ് തന്നെ കസ്റ്റം മെയ്ഡാക്കി വെച്ചാണ്. മോഡിയായിട്ടും ഇങ്ങനെ തന്നെ അല്ലേ എല്ലാം റെഡി ആയിട്ട് എത്തില്ലേ. കണ്ട ഈ വന്നൊരു അലങ്കോലായ പോലെ. അതങ്ങോട്ട് ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിച്ച്. അപ്പം നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.